ഇറാനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിച്ചപ്പോൾ ഉത്കണ്ഠാകുലരായി നോക്കിയിരുന്ന ഭാരതീയരും വിശിഷ്യ കേരളീയരും ഉത്കണ്ഠയുടെ മുൾമുനയിലേറുന്ന കാഴ്ചയാണ് ഇറാൻ്റെ പ്രത്യാക്രമണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലായിടവും അസ്വസ്ഥത വരുന്നതോടുകൂടി, പ്രത്യേകിച്ച് നോമ്പും പെരുന്നാളുമൊക്കെയായി നാട്ടിലേക്ക് വരുന്നവരുടെ യാത്രകൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ, അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും തകിടം മറിയുന്ന രീതിയിലേക്കാണ് മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ ആക്രമണം എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കൂടുതൽ ശക്തിയോടെ അടിച്ചത് ബഹ്റൈനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 98 തവണ ബഹ്റൈൻ എയർബേസ് ആക്രമിച്ചതായിട്ടാണ് വിവരം. കുവൈറ്റിനെ ആക്രമിച്ചെങ്കിലും കുവൈറ്റ് ചിലതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തുവെന്നും UAEയും ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നുമൊക്കെയാണ് പറയുന്നത്. ഒരു പറച്ചിലിന് വേണ്ടി എല്ലാ സൈനികരെയും തങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും കാര്യമായ നാശനഷ്ടങ്ങൾ എല്ലായിടവും അമേരിക്കയ്ക്കുണ്ടായി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതിലേറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ബഹ്റൈനിലാണത്രേ. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും ഈ പണ്ട് ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചതിൻ്റെ ഒരു സാഹചര്യം കൂടി മുതലെടുത്ത് തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ വ്യാപകമായി സ്ഥാപിച്ചിരുന്നു. ആ സൈനിക കേന്ദ്രങ്ങളിലെല്ലാം ഇത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഇറാൻ നടത്തും എന്ന് ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക തങ്ങളെ ആക്രമിക്കും എന്ന് ബോധ്യപ്പെട്ട നിമിഷം തങ്ങൾക്കെല്ലാ പരിമിതികളും പോരായ്മകളും ഉണ്ടെങ്കിൽ പോലും ആ പരിമിതികളിലും പോരായ്മകളിൽ നിന്നുകൊണ്ട് തന്നെ തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങൾ ഇറാനും മെനഞ്ഞിരുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഈ സംഭവവികാസത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഇറാന് ഈ വിഷയത്തിൽ തിരിച്ചടിക്കാൻ സാധിച്ചത് എന്നതാണ് ഒരു സത്യം. പക്ഷേ അങ്ങനെ തിരിച്ചടിക്കുമ്പോഴും മിഡിൽ ഈസ്റ്റിൽ ഈ വിഷയം വഷളാകുമ്പോൾ അവർ തന്നെ മുൻകൈയെടുത്ത് അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, തങ്ങളില്ലാതാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തങ്ങളെ അട്ടിമറിക്കുന്നതിന് മുമ്പ് സഹായിച്ചവരെല്ലാം അനുഭവിക്കട്ടെ എന്ന് പറയുന്നൊരു ഭാവവും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ വളരെ വേഗത്തിലാണ് തിരിച്ചടിച്ചത്. എല്ലാ രാജ്യങ്ങളിലും ഒരേ സമയം തന്നെ ആക്രമണം നടത്തിയത് അമേരിക്കയെപ്പോലും അത്ഭുതപ്പെടുത്തി. കാരണം ഇത്ര വേഗത്തിൽ ഇത്ര കൃത്യതയിൽ ഒരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല. അമേരിക്ക കരുതിയതെല്ലാം ഇസ്രയേലിൻ്റെ മേലായിരിക്കും തിരിച്ചാക്രമിക്കുക എന്നാണ് വിചാരിച്ചത്. അമേരിക്കയുടെ പടക്കപ്പലുകളടക്കം വളരെ കൃത്യമായി ഇറാനോട് ചേർത്ത് സ്ഥാപിച്ച ശേഷം ഒരു തിരിച്ചടി പോലും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് അത്ര പെട്ടെന്ന് കൃത്യമായി അണുവായുധ കേന്ദ്രങ്ങളിലേക്ക് ഈ ബോംബാക്രമണം നടത്തിയത്. എന്നാൽ ആ അണുവായുധ കേന്ദ്രങ്ങളിലേക്കുള്ള ബോംബാക്രമണം തങ്ങളെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് വളരെ വേഗത്തിൽ തിരിച്ചടി നൽകിയത്. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ അബുദാബിയും അതുപോലെ തന്നെ റിയാദും ബഹ്റൈനും പിന്നെ ഖത്തറുമടക്കമുള്ള അമേരിക്കയുടെ സൈനിക ബേസുകളിലേക്കും കൃത്യമായി ആക്രമിച്ച ഇറാൻ പറഞ്ഞത് അമേരിക്കയുടെ തൽപര കക്ഷികളായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും തങ്ങൾ ആക്രമിക്കും എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേഗം തീരണം യുദ്ധം എന്നതാണ് മനുഷ്യരാഗ്രഹിക്കുന്നത്.